ഇന്നത്തെ ക്ലാസ്സിൽ കെ.ആർ. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയുടെ വിശകലനമാണ് ചെയ്യുന്നത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ അധികം പരത്തി പറയാതെ ധ്വനിപ്പിച്ച് കഥ പറയുന്ന ഒരു രീതിയാണ് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു ശില്പഭംഗിയോടെയാണ് ഇത് കഥാകാരി എഴുതിയിട്ടുള്ളത്. വൃദ്ധയും നവവധുവും ആണ് ഇതിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ. നവവധു വിവാഹശേഷം ആ വീട്ടിലുള്ള ഒരു വൃദ്ധയെ കാണാനെത്തുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഈ കഥയുടെ ഒരു സഞ്ചാരം എന്ന് പറയാം. രണ്ട് തലമുറകളിലൂടെയുള്ള യാത്രയാണ് ഈ കഥ എന്ന് വ്യക്തമാണ്. നിങ്ങളുടെ വീട്ടിലും പ്രായാധിക്യം വന്ന ആളുകൾ ഉണ്ടാകില്ലേ, അല്ലേ? അവരെ ഒക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. നല്ല താളത്തിൽ പാടാൻ കഴിയുന്നവര്, എത്ര മുമ്പുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി ഓർത്തെടുക്കാൻ കഴിയുന്നവരൊക്കെ അതിലുണ്ടാവും. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും അവരിങ്ങനെ പഴയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. ഇന്ന് നമുക്ക് പോലും അത്രയും ഓർമ്മ സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. അന്നും ഇന്നും എന്ന് പറയുമ്പോൾ നാം ഈ കഥയിൽ എഴുത്തിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എത്രയോ കാലഘട്ടത്തെ പോരാട്ടത്തിനൊക്കെ ശേഷമാണ് നമുക്ക് സ്ത്രീകൾക്ക് എഴുത്ത്, വായന തുടങ്ങിയവയ്ക്കുള്ള അവകാശം ലഭിക്കുന്നത്. ഇന്ന് വളരെ അഭിമാനത്തോടെ എടുത്തു പറയാൻ ധാരാളം എഴുത്തുകാരികൾ നമുക്കുണ്ട്. പുരുഷന്മാരുടെ മാത്രം അനുഭവ ലോകത്തിലൂടെ മാത്രം വായിച്ച സ്ത്രീകളുടെ ശക്തമായ അനുഭവ ലോകത്തിലേക്ക് എത്തുന്നത് സ്ത്രീകൾ എഴുതുമ്പോഴാണെന്ന് കാണാം. സ്ത്രീകൾ സാഹിത്യ ലോകത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കഥ വായിക്കേണ്ടത്. ഈ കഥ വായിക്കുമ്പോൾ ചില തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുവരെ നാം അറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഈ കഥ വായിക്കുമ്പോൾ ലഭിക്കും. തീർച്ചയായും അതിലൂടെ സമൂഹവും പുരുഷ ചിന്തയും ഉണ്ടാക്കി വെച്ച പല മുൻ ചിന്തകളും മാറി മറിയും. പെണ്ണെഴുത്തുകാരുടെ മുൻനിരയിൽ ഉള്ള ഒരു എഴുത്തുകാരി തന്നെയാണ് കെ.ആർ. മീര. ആരാച്ചാർ എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചതിലൂടെ തന്റെ പ്രശസ്തി ഒന്നുകൂടി സുപരിചിതമാക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ആരാച്ചാരായി ജോലിക്ക് അപേക്ഷിക്കാൻ പോലും അവസരമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഒരു സമൂഹമാണ് ഇത്. എന്തുകൊണ്ട് സ്ത്രീക്കത് യോഗ്യതയായി മാറുന്നില്ല? ഈ ഒരു ചിന്തയാണ് ആരാച്ചാർ എന്ന നോവൽ എഴുത്തിലേക്ക് എഴുത്തുകാരിയെ എത്തിച്ചത്. സമൂഹത്തിലെ ഒരു പ്രത്യേക മനോഭാവം മാറാതെ ഒരിക്കലും പൂർണ്ണ പൗരത്വമുള്ള ജനാധിപത്യപരമായി എല്ലാ അവകാശങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി സ്ത്രീകൾക്ക് മാറാൻ കഴിയില്ല. അത് അടിച്ചമർത്തപ്പെടുന്ന ആർക്കുമാകില്ല. പൂർണ്ണ പൗരത്വത്തിലേക്കുള്ള യാത്രയിൽ തനിക്ക് എന്ത് ചെയ്യാനാകും എന്ന ചിന്തയാണ് കെ.ആർ. മീരയുടെ എഴുത്തുകൾ എന്ന് പറയാം. അത് അവിടെ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു. ചരിത്രത്തിൽ നിന്നും വർത്തമാന കാലത്തിൽ നിന്നും ഇഴപിരിച്ചെടുത്ത ഓർമ്മകളാണ് കെ.ആർ. മീര തന്റെ രചനകളിൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീകളെ മുൻനിർത്തി ധാരാളം രചനകൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതിശക്തമായ ഒരു കഥയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്നത്. കഥ തുടങ്ങുന്നത് തന്നെ സ്ത്രീകളുടെ അടയ്ക്കപ്പെട്ട ജീവിതത്തെ പറഞ്ഞുകൊണ്ടാണ്. അതിനായി കഥാകാരി തുരുമ്പിച്ച് വിജാഗിരിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് തുരുമ്പ് വരിക? അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴല്ലേ? നാം കാണുന്ന ഓരോ ജീവിതവുമാണ് ഇതിലുള്ളതെന്ന് കാണാം. ഓരോ വീടകങ്ങളിലുമുള്ള പെൺ ജീവിതം ഇതിൽപ്പെടും. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാകാതെ പറയാനുള്ളത് മനസ്സിൽ മറച്ചു വെച്ച് ജീവിക്കുന്നവരുടെ ജീവിതം. അധികാരത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ട ജീവിതത്തിലെ അവസ്ഥ എന്ന് പറയാം. കീഴടങ്ങി ജീവിക്കുക മാത്രമല്ല, അത് അടുത്ത തലമുറയിലേക്കും ഈ ഒരു കീഴടങ്ങൽ പകർത്താനുള്ള ഒരു ശ്രമം കൂടി ഇതിലെ ചില കഥാപാത്രങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുലസ്ത്രീ, അതേപോലെ അടക്കവും ഒതുക്കവും ഉള്ളവൾ തുടങ്ങിയ ചില അളവുകോലുകളുണ്ട്. പുരുഷാധിപത്യം പെണ്ണിനെ അളക്കാൻ ഉപയോഗിക്കുന്നവ അവയാണെന്ന് പറയാം. അതുപോലെ താലി, സിന്ദൂരം തുടങ്ങിയ രേഖകൾ, ഇതെല്ലാം പുരുഷാധികാരത്തിന്റെ അരക്കിട്ടുറപ്പിക്കാനുള്ള അടയാളങ്ങളായി മാറുന്നു. ഇതൊക്കെ ഈ കഥയിലും നമുക്ക് പ്രകടമായിരുന്നു. പുരുഷനേക്കാൾ ഇവ പ്രചരിപ്പിക്കാൻ താല്പര്യം കാട്ടുന്നത് സ്ത്രീകൾ തന്നെയാണ്
വ്യക്തമാണ്. ഇവിടെ വൃദ്ധയുടെ ജീവിതം അവർ പറയുന്ന 3 കഥകളിലൂടെയാണ് നാം അടുത്തറിയുന്നത്. ആ ഒരു അവതരണ രീതിയാണ് ഈ കഥയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയാം. അതിലെല്ലാം ഒതുക്കപ്പെട്ട അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട് സ്ത്രീക്ക് എന്ന് കാണാം. പെണ്ണ് ഉറക്കെ ചിരിച്ചാൽ, സംസാരിച്ചാൽ, കാല് കയറ്റിയിരുന്നാൽ, തല ഉയർത്തി നടന്നാൽ എല്ലാം തെറ്റാണ് എന്ന ഒരു ഭാവത്തോടെ കണ്ടൊരു കാലത്താണ് ഈ കഥയിലെ വൃദ്ധയും ജീവിച്ചത്. ഒരു സ്ത്രീ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതും സമരം നയിക്കുന്നതും അപരാധമായി കണ്ടൊരു കാലത്ത്. ഇവിടെയൊക്കെയും സ്ത്രീകൾ തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രയോക്താക്കൾ എന്നതും ഓർക്കണം. അപ്പോൾ പുരുഷാധികാരമല്ല കാരണം എന്ന് വരുന്നു. ഈ കഥയിലെ പത്മാക്ഷി, അതേപോലെ ഇതിലെ വൃദ്ധയുടെ അമ്മായിയമ്മ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അമ്മായിയമ്മ പറയുന്ന ഒരു വാചകമുണ്ട് ഈ കഥയിൽ: പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. ഇതാണ് പെണ്ണിന്റെ നിർവചനമായി ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനു വേണ്ടി മാത്രമാണോ സ്ത്രീ? അതേപോലെ കഥ എഴുതുന്നത് കൊണ്ട് കുടുംബത്തിലേക്ക് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട്. ഇതും ഭർത്താവിന്റെ അമ്മ വൃദ്ധ എന്ന കഥാപാത്രത്തോട് ഒരു മേൽക്കോയ്മയുടെ അല്ലെങ്കിൽ അധികാരത്തിന്റെ സ്വരത്തിലാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴും ഒന്നും പ്രതികരിക്കാതെ, ആരും കാണാതെ ഇരുട്ടിൽ വിളക്ക് കത്തിച്ചാണ് വൃദ്ധ കാലഘട്ടങ്ങളിലൊക്കെ തൻ്റെ എഴുത്തെന്ന സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഇവിടെയെല്ലാം മുകളിൽ പറഞ്ഞ ഒതുക്കൽ നമുക്ക് കാണാനാണ്. പത്മാക്ഷി എന്ന വേലക്കാരി സ്വാതന്ത്ര്യ ബോധമുള്ള വൃദ്ധയെ പരിഹസിക്കുന്നതായിട്ട് കാണാം. വായിക്കാൻ പോലും അറിയാത്ത ഒരു കഥാപാത്രമാണ് പത്മാക്ഷി വേലക്കാരി. അങ്ങനെ വിദ്യാഭ്യാസമില്ലാത്ത വേലക്കാരിയാണ് വിദ്യാഭ്യാസമുള്ള, സർഗാത്മക ചിന്തയുള്ള, സ്വാതന്ത്ര്യബോധമുള്ള വൃദ്ധയെ പരിഹസിക്കുന്നത് എന്നതിൽ ശ്രദ്ധിക്കണം. അവിടെ ബുദ്ധിഭ്രമം ബാധിച്ചവളായി വൃദ്ധയെ ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പഠിച്ചോ എന്നും എഴുതി ഒരു പുസ്തകം തപ്പി നടക്കുകയാണെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന രംഗങ്ങൾ അതിലുണ്ടല്ലോ. ശ്രീജിത്തിനൊപ്പം നവവധു ഒരു വിവാഹത്തിന് പോകാതിരുന്നത് തെറ്റായി പോയി എന്ന് പറയുന്ന പത്മാക്ഷിയെയും നമുക്ക് അവിടെ കാണാം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സ്വഭാവം അതും ആ പത്മാക്ഷിയുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പുരുഷാധികാരത്തിന്റെ നടത്തിപ്പുകാരിയായി പത്മാക്ഷിയും അതുപോലെ വൃദ്ധയുടെ അമ്മായിയമ്മയും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അധികാരത്തിന്റെ അടഞ്ഞ വാതിലിന്റെ തുരുമ്പിച്ച വിജാഗിരി ശബ്ദത്തോടെ തുറന്ന് വൃദ്ധയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുകയാണ് ഈ കഥയുടെ അവതരണത്തിലൂടെ എഴുത്തുകാരി ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ നാം ആദ്യം കാണുന്നത് ഈ പെൺകുട്ടി മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഷെൽഫിൽ ഫ്രെയിം ചെയ്തു വെച്ച കുടുംബ ഫോട്ടോകൾ. അതിലൊരു ഫോട്ടോ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്, ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രംഗം. ബാക്കിയുള്ളതൊക്കെ ഒരു അവ്യക്തതയോടെയാണ് കാണുന്നത്. കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരെയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത് എന്നൊരു ഉത്തരം നമുക്ക് കിട്ടും. നമ്മുടെ കഥയിലെ വൃദ്ധ എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ പുരുഷ കേന്ദ്രിതമാണെന്ന് വ്യക്തമാണ്. മറ്റുള്ള ഫോട്ടോകൾ കുടുംബ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ചിത്രങ്ങളെല്ലാം മാഞ്ഞുപോയ പോലെ, നിറം മങ്ങിപ്പോയ പോലെ എന്ന് അവിടെ പറയാൻ കാരണം. സ്ത്രീ സാന്നിധ്യം വന്നതുകൊണ്ട് തലപൊക്കവും അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ഈ കഥയിൽ വലിയൊരു പ്രാധാന്യം ഇതിലുണ്ട്. സൗരഭ്യം, സ്വാതന്ത്ര്യം, കഥ തുടങ്ങിയ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വൃദ്ധയുടെ ദയനീയത പല്ല് ശക്തി പുറത്തേക്ക് ഉന്തി വരുന്നതിലൂടെ പ്രകടമാക്കുന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ശക്തമായ പ്രസ്താവനയാണ് അതെന്ന് പറയാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് വൃദ്ധ ആദ്യമായി ഒരു കവിത എഴുതുന്നത്. ആ കവിത മഹാകവി വള്ളത്തോൾ പങ്കെടുത്ത ഒരു വേദിയിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. സാക്ഷാൽ സരസ്വതി എന്ന അനുമോദനം, അതേപോലെ കവിയുടെ കൈ തലയിൽ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങാനും അല്ലെങ്കിൽ ആ കൈ ശിരസിൽ ഏറ്റുവാങ്ങാനും അതും തന്റെ 9ാമത്തെ വയസ്സിലാണെന്നതും ഓർക്കേണ്ടത്. അതൊരു വലിയ ഭാഗ്യമായി, ഒരു ഓർമ്മയായിട്ട് ഇന്നും
വൃദ്ധ ഓർത്ത് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും പങ്കെടുത്തിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം അതിൽ മാറ്റം വന്നു. ആ വേദിയിൽ വെച്ച് ഇഷ്ടപ്പെട്ടാണ് കണ്ട് എന്നത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. കവിത ആലാപനം കേട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത്. വൃദ്ധയെ കണ്ട് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ 9 വയസ്സുകാരി ആയിട്ട് പോലും അതിനേക്കാൾ 16 വയസ്സിന്റെ പ്രായം തോന്നിപ്പിക്കുന്ന ശരീര പുഷ്ടിയായിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രൂപം കണ്ട് ഇഷ്ടപ്പെട്ടാണ് വൃദ്ധയെ ഭാര്യയാക്കുന്നത് നമ്മുടെ ഈ കഥയിലെ വൃദ്ധയുടെ ഭർത്താവ്. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സൗരഭ്യം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വൃദ്ധയുടെ വെപ്പ് പല്ല് സെറ്റ് പുറത്തേക്ക് ഉന്തി വരുന്നത്, ദയനീയമായി ഉന്തി നിൽക്കുന്നത് എന്ന്. അപ്പോൾ ഇത് സൗരഭ്യം എന്നത് ഒരു സുഗന്ധപൂരിതമായ ഒരു വാക്കാണല്ലോ. പക്ഷേ വൃദ്ധ കവിത ചൊല്ലിയ സമയത്താണ് ഈ സൗരഭ്യം എന്ന വാക്ക് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ സൗരഭ്യം എന്നത് സുഗന്ധപൂരിതമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സൗരഭ്യം ഉച്ചരിക്കുമ്പോൾ അസ്വസ്ഥത വരാൻ കാരണം എന്തായിരിക്കാം? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം സുഗന്ധപൂരിതമായിരുന്നില്ല അവരുടെ ജീവിതം എന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സഞ്ചാര സ്വാതന്ത്ര്യവും ഇവർക്ക് നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ കഥയിൽ പറയുന്നുണ്ട്. ഭർത്താവ് MP ആയി ഡൽഹിയിൽ തുടരുന്ന സമയം ഡൽഹി കാണാനൊക്കെ വൃദ്ധയ്ക്ക് അന്ന് വളരെ മോഹമുണ്ടായിരുന്നു. ഓരോ കാരണം പറഞ്ഞ് പിന്നെയാവാം എന്ന് പറഞ്ഞ് അവരെ ആ ഒരു വീട്ടിൽ തന്നെ അടച്ചിടുന്ന ഒരു രംഗം കാണാൻ നമുക്കുണ്ട്. അമ്മയെയും കുട്ടികളെയും കൊണ്ട് പോയി ഭർത്താവ് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അപ്പൊ അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുകയാണ് അവിടെ എന്ന് പറയാം. ആ വിഷമങ്ങളെല്ലാം എഴുത്തിലൂടെ അവർ മറികടക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവർ നന്നായി കഥയും കവിതയൊക്കെ എഴുതിയിരുന്നു. കണ്ട് വിവാഹ അനന്തരം അത് നിഷേധിക്കപ്പെടുകയായിരുന്നു. കവിത ചൊല്ലുമ്പോൾ കഴുത്തിൽ ആരോ ഞെരുക്കുന്ന പോലെ വൃദ്ധയ്ക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ കഥയില്. അതായത് എഴുതാൻ മാത്രമല്ല, അത് ഉറക്കെ ചൊല്ലാനുള്ള സ്വാതന്ത്ര്യവും തനിക്കുണ്ടായിരുന്നില്ല. ഭർത്താവ് വീട്ടിൽ ഇല്ലാത്തൊരവസരത്തിലാണ് ആദ്യ കഥ എഴുതുന്നത്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ജയിലിലടക്കുന്ന സമയം. അന്ന് ഭർത്താവ് ജയിലിലായിരുന്നു. അന്ന് രാത്രി ഭർത്താവിന്റെ അമ്മ കാണാതെ രാത്രി വിളക്ക് കത്തിച്ച് വെച്ചാണ് കഥ എഴുതിയത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിൽവാസം അനുഭവിച്ചൊരു സ്ത്രീയെ പറ്റിയായിരുന്നു ആ കഥ. അത് വൃദ്ധയുടെ ഒരു മോഹം തന്നെയാണെന്ന് പറയാം. പ്രസംഗിക്കാനും സമരം ചെയ്യാനും ഒക്കെയുള്ള അവസരം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വൃദ്ധ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതായിരുന്നു അവിടെ ആദ്യത്തെ കഥ. പിന്നെ ഭർത്താവ് ഡൽഹിയിൽ പോയ സമയത്താണ് രണ്ടാമത്തെ കഥ എഴുതുന്നത്. കഥയുടെ പേര് ശ്രീരാമജയം എന്ന് വ്യക്തമാണ്. സ്വാതന്ത്ര്യമാണ് അതിലെ വിഷയം എങ്കിലും പുരുഷന്മാരുടെ ഒരു സ്വഭാവത്തെ വിമർശിക്കുന്ന ഒരു രീതി അതിൽ കാണാം. കഥയുടെ വിഷയം സ്വാതന്ത്ര്യമാണ് എങ്കിൽ പോലും ഒരു സ്ത്രീ അതിൽ കഥ എഴുതുകയും ആ കഥ എഴുതിയത് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാൻ പേടിയായതുകൊണ്ട് ഒരു പുരുഷന്റെ പേരിൽ ആ കഥ, അതായത് തന്റെ ഭർത്താവിന്റെ പേരിൽ ആ കഥ പ്രസിദ്ധീകരിക്കുകയാണ്. ആ പ്രസിദ്ധീകരണത്തിന് അംഗീകാരം കിട്ടുന്നു. അംഗീകാരം കിട്ടിയപ്പോൾ ഭർത്താവ് അത് തൻ്റെതാണെന്ന് അവകാശപ്പെടുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിലെ വിമർശനം. എഴുതുന്നതിനെ തടയുന്ന ഭർത്താവ് തന്നെയാണ് ആ എഴുത്തിലൂടെ തനിക്ക് കിട്ടിയ പ്രശസ്തിയെ അംഗീകരിക്കുന്നത്. അപ്പോ ഈ കഥയുടെ പേര് ശ്രീരാമ വിജയം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ശ്രീരാമൻ എന്ന പ്രയോഗത്തിന് വലിയ അർത്ഥസാധ്യതയുണ്ട്. രാജ്യത്തെ പ്രജകൾക്ക് വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ചവനാണ് രാമൻ. അതുപോലെ തന്നെയല്ലേ ഇവിടെ രാജ്യം ഭരിക്കാനായി അല്ലെങ്കിൽ MP ആയി ഡൽഹിയിൽ പോയപ്പോൾ വൃദ്ധയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയാണ് ആ ഭർത്താവ് പോകുന്നത്. ഭാര്യ ഉപേക്ഷിച്ച രാമനെ പോലെ തന്നെയല്ലേ ഇവിടെ ഈ ഭർത്താവ് വരുന്നത്. പുരാണത്തിലെ സീതയ്ക്കുണ്ടായ അതേ അനുഭവം തന്നെ ഇന്നത്തെ കാലത്തെ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്നാണ് കഥകളിലൂടെ വ്യക്തമാക്കുന്നത്. വൃദ്ധ എഴുതിയ മൂന്നാമത്തെ കഥ ദുർമരണം എന്ന ഒരു അവ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട്. ഒരു ദുരൂഹത നമുക്ക് അവിടെ കാണാം. കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ട് പെൺകുട്ടിയോട് പറയുന്നുണ്ട് വൃദ്ധ, കുരുക്കിടുമ്പോൾ തെറ്റാതെ ഈ ഞരമ്പിൽ തന്നെ വീഴണം, മുറുകണമെന്ന്. ഞരമ്പ് തെറ്റിയാൽ ഓർമ്മ പോകുമെന്ന്
ദുർമരണം എന്ന കഥ അവരുടെ അസ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിന്റെ മടുപ്പ് അവിടെ പ്രകടമാണ്. വായിക്കുമ്പോൾ കിട്ടും നമുക്കത്. കഥയുടെ തുടക്കത്തിൽ നവവധുവിന് ആദ്യമൊക്കെ വൃദ്ധയോട് ഒരു വെറുപ്പാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വൃദ്ധയുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുന്തോറും ആ ഒരു വെറുപ്പ് നീരസം ഇഷ്ടമായി മാറുന്നത് കാണാം. ഞാനും വൃദ്ധയും ഒരുപോലെയാണ് എന്നൊരു ചിന്ത അവളിൽ ഉണ്ടാകുന്നതും കാണാം. ഇത് കഥയുടെ അവസാനത്തിൽ പ്രകടമാണ്. രാത്രി ഏറെ വൈകി വീട്ടിലെത്തുന്ന ശ്രീജിത്ത് തന്നെ ശ്രദ്ധിക്കാതെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന ഭാര്യയോട് കയർക്കുന്നുണ്ട്. എന്താ നീ നോക്കുന്നത് എന്ന ചോദ്യത്തിന് ഞാനൊരു തെരമ്പ് നോക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അസ്വാതന്ത്ര്യത്തിന്റെ തുടർച്ചയാണെന്ന് കാണാം. അവിടെ അവൾ തിരഞ്ഞിരുന്നത് അവളെ തന്നെയാണ്. ഇവിടെ ശ്രീജിത്ത് എന്ന ഭർത്താവ് വിവാഹത്തിന് പോയതായിരുന്നല്ലോ. അപ്പൊ രാത്രി ഏറെ വൈകിയാണ് അയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ തന്നെ കാത്തു പൂമുഖപ്പടിയിൽ നിൽക്കുന്ന ഒരു ഭാര്യയെയാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് അർഹിക്കുന്ന ആദരവ് ലഭിക്കാത്ത യജമാനെ പോലെ എന്നത് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ താലിയും സിന്ദൂരവും ഒക്കെ ദാമ്പത്യ ബന്ധത്തിന്റെ അടയാളങ്ങളാണ്. ഇതില് വിയർപ്പിൽ കുതിർന്ന സിന്ദൂരം ഒരു രക്തത്തുള്ളി പോലെ വിരലിലൊട്ടി താഴെ വീണ് മരിച്ചു എന്ന് കഥാകാരി പറയുന്നുണ്ട്. ഇത് ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയാണെന്ന് വളരെ വ്യക്തമാണ്. വൃദ്ധ പറയുന്ന സ്വാതന്ത്ര്യം എന്ന പദം പറയാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടി സ്വയം പല്ലുകൾ പരിശോധിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് വൃദ്ധയുമായി താൻ താതാത്മ്യപ്പെടുകയാണ് എന്ന ഒരു സാധ്യതയാണ് നമുക്ക് അവിടെ കാണുന്നത്. തുടക്കത്തിൽ വൃദ്ധയോട് ദേഷ്യം തോന്നിയ ഈ പെൺകുട്ടി പിന്നീട് ആ വൃദ്ധയുമായി താതാത്മ്യപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവരെ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സംഘർഷാവസ്ഥകളൊക്കെ ഈ കഥയിൽ എടുത്തു പറയേണ്ട ചില സവിശേഷതകൾ തന്നെയാണ്. അതുപോലെ ഈ കഥയിലെ നവവധു വൃദ്ധയെ കാണാനെത്തുന്നത് രണ്ട് കാരണം കൊണ്ടാകാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ഔപചാരികതയുടെ പേരിലാവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ പുതുപ്പെണ്ണ് അല്ലെ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വൃദ്ധയെ കാണാൻ ചെല്ലുന്നത്. അപ്പൊ ആ ചിന്തയോടെ അവിടേക്ക് എത്തുന്നത്. കൂടാതെ ശ്രീജിത്തിനൊപ്പം വിവാഹത്തിന് പോകാതെ ഒറ്റയ്ക്കിരുന്നു. അപ്പോൾ സമയം പോകാനായിട്ടൊരു സന്തോഷത്തിന് അല്ലെങ്കിൽ വെറുതെ പോയി കാണുന്നത്. രണ്ടും നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാകാം ഈ പെൺകുട്ടി കല്യാണത്തിന് പോകാതിരുന്നത്? അത് ഭർത്താവിന്റെ കൂടെ അത് ചിന്തിക്കേണ്ടതാണ്. അവിടെ ഈ പെൺകുട്ടിക്ക് അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാഴ്ച വസ്തുവാകാൻ ചിലപ്പോൾ താല്പര്യമുണ്ടാകില്ല. ഇത് നിങ്ങൾക്ക് പല രീതിയിലും ചിന്തിക്കാവുന്നതാണ്. ഒരു പുതുമോടിയാണ് ആ പെൺകുട്ടി എന്ന് വ്യക്തമാണ് അവിടെ. അവൾക്ക് പല സന്ദർഭങ്ങളിലും വൃദ്ധയെ ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുതുതായിട്ടൊരു വീട്ടിലേക്ക് കയറി ചെന്ന ഒരു പെൺകുട്ടിക്ക് എല്ലാവരെയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ലല്ലോ. പതിയെ പതിയെയാണല്ലോ അതൊക്കെ സാധ്യമാവുക. വൃദ്ധ പല വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും ആ പെൺകുട്ടി അസ്വസ്ഥയാകുന്നതും അതുകൊണ്ടാണ്. മൃണാളിനി എന്ന വാക്ക് പറയാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി പുറത്തേക്ക് നോക്കുന്നുണ്ടല്ലോ. വൃദ്ധയെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കിയിരിക്കണം. പക്ഷെ അവരെ ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കുക എന്നത് എന്താണ്? അവരെ അപമാനിക്കുന്നത് തുല്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ പെൺകുട്ടിയുടെ മനസ്സിലെ അസ്വസ്ഥതയാണ് അവിടെ പ്രകടമാകുന്നത്. ആ പെൺകുട്ടിയുടെ ശരീരഭാഷ പോലും ഈ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അതുവരെ താൻ നിൽക്കാൻ പോലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആ ഒരു മുറിയും ആ ഒരു വൃദ്ധയും പിന്നീട് തൻ്റെ മനസ്സിൽ മാറുകയാണ്. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ സുഗന്ധമുള്ള എന്നാണ് പറയുന്നത്. അതേപോലെ നല്ല വായുസഞ്ചാരമുള്ള മുറിയാണിതെന്നും ആ പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ട്. അതൊരു കഷായ മണമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു മാറ്റമാണ്. ഇവിടെ കത്തിത്തീർന്ന ചന്ദനത്തിരിയായി വൃദ്ധ തന്നെയാണ് മാറുന്നത്. വായുസഞ്ചാരമുള്ള മുറി എന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലെ സ്വാതന്ത്ര്യമാണ്. വൃദ്ധ ഉള്ളിടത്താണ് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളത് എന്നൊരു തിരിച്ചറിവാണ് അവിടെ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വായുസഞ്ചാരം തന്നെയാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അതേപോലെ സുഗന്ധപൂരിതമായ ആ ജീവിതം വൃദ്ധയ്ക്ക് ഉണ്ടായിരുന്നു. കത്തി തീർന്നു കഴിഞ്ഞു, ഇപ്പോൾ ഇനിയില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് അവിടെ ആ ഒരു കഥയുടെ അവതരണം. അതേപോലെ താൻ എഴുതിയ ആദ്യ കഥ വൃദ്ധ ഭർത്താവിനെ
വരുന്നത് എങ്ങനെയാണ്? വൃദ്ധയുടെ മനസ്സിലെ വിഷമം താൻ ഉടുത്തിരിക്കുന്ന നേരിയതിന്റെ നൂല് പൊട്ടിച്ച് മാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് കഥാകാരിയുടെ ധ്വനിപരമായിട്ടുള്ള ഒരു എഴുത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഈ കഥയിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ തന്റെ വസ്ത്രത്തിൽ നിന്ന് പൊട്ടിച്ചു മാറ്റിയ ആ നൂല് എന്ത് തന്നെയാണ്? തന്റെ മനസ്സിലെ വിഷമമാണ്, ദുഃഖങ്ങളാണ് പൊട്ടിച്ചെറിഞ്ഞത് എന്ന് കാണാം. അപ്പോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഭർത്താവാണ് തനിക്കുള്ളത്. സ്വന്തം ഭാര്യ എഴുതിയ കഥ ഒന്ന് വായിക്കാൻ പോലും മനസ്സ് കൊടുക്കാത്തൊരു ഭർത്താവായി മാറുന്നത്. അപ്പൊ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാത്തവനായി മാറുന്നത്. അപ്പോ അവിടെ അർഹിക്കുന്ന ആദരവോ അംഗീകാരമോ കൊടുക്കാത്തൊരു ഭർത്താവ്. വൃദ്ധരെല്ലാം ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഇതൊന്നും ലഭിക്കാത്തൊരു ജീവിതമായിരുന്നു തന്റേത്. തന്റെ മക്കൾക്ക് പേരിടുന്ന ഒരു ഘട്ടത്തിൽ പോലും തനിക്കൊരു അവകാശമില്ല എന്ന ഒരു ഉദാഹരണം അതിൽ പറയുന്നുണ്ടല്ലോ, വൃദ്ധയുടെ അനുഭവമൊക്കെ. ഇതൊക്കെയും തന്റെ വിഷമമാണ് അവിടെ. അപ്പോൾ ദാമ്പത്യത്തിൽ അവിടെ ദാമ്പത്യത്തിൽ സ്വതന്ത്രയല്ല എന്നൊരു ഓർമ്മയാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ പെൺകുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് വൃദ്ധ ചെയ്യുന്നത്. ഓർമ്മ നമുക്കുണ്ടായിരിക്കണം, സ്വാതന്ത്ര്യം നമുക്കില്ല എന്ന ഓർമ്മയാണ് നമുക്ക് വേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കഥ അവസാനം കാണുന്നത്. അപ്പോൾ ഈ വൃദ്ധ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണല്ലോ. അതും അവരെ സ്വയം ഉറങ്ങുകയല്ല, അവരെ ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കാൻ ശ്രമിക്കുകയാണ്. ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കില്ല. അപ്പോൾ തന്റെ ആ ഓർമ്മയുടെ ഞരമ്പിലൂടെ ഇറങ്ങിപ്പോകാൻ ഉറക്ക ഗുളികയ്ക്ക് പോലും ഒരു മടിയുണ്ട്. അപ്പോൾ എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിന്റെ മതിൽക്കെട്ടുകളാണ് കാണുന്നത് എന്ന് ഇതിൽ വ്യക്തമാണ്. ഇങ്ങനെയുള്ള പല മുഖങ്ങളിലൂടെ പല തലത്തിലൂടെ വായിക്കാൻ കഴിയുന്ന ഒരു രചന തന്നെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന KR മീരയുടെ ഈ കഥ. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ കഥ വായിച്ച് വിശകലനം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ കഥയിലെ വിശകലനം എന്ന രീതിയിൽ പറയാനുള്ളത്. ഇനി നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒന്നുകൂടി നിങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നമുക്ക് അതിലെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് പോകാനുള്ളത്. അടുത്ത് നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ കണ്ടല്ലോ. അതില് ആ പോയിന്റുകൾ 3 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. ഈ പോയിന്റുകൾ ചേർത്ത് ചോദ്യം വ്യത്യസ്ത തലമുറയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളാണ്. കുടുംബത്തിനകത്തെ അധികാരഘടന, സ്ത്രീകളുടെ പദവി എന്നിവ സംബന്ധിക്കുന്ന എന്തൊക്കെ ആശയങ്ങളാണ് കഥാസന്ദർഭങ്ങളിൽ വരുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ അതിൽ ആദ്യത്തെ കഥാസന്ദർഭം നോക്കൂ. പിന്നെയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വലിയ ഒഴിവിനെ കുട്ടിയോടെ അമ്മയെ കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും? അച്ഛന്റെ അസ്ഥിതറയിൽ ആര് തിരികൊടുക്കും എന്നൊക്കെ ചോദിച്ചു വിടുത്തെ അമ്മ. ഏതായാലും എന്റെ കുട്ടി നടന്നു. ഇതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ഇത് വൃദ്ധയുടെ വാക്കുകളാണ്, അല്ലെ? ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ KR മീരയുടെ കഥയിലെ കഥാപാത്രമായ വൃദ്ധയുടെ വാക്കുകളാണ്. അപ്പോ ഇത് വൃദ്ധയുടെ ഒരു വിഷമം പ്രകടിപ്പിക്കുന്ന വാക്കാണല്ലോ ഇത്. വൃദ്ധയുടെ വാക്കുകളിൽ തെളിയുന്ന ഈ ഒരു വേദന എക്കാലത്തെയും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയാണെന്ന് കാണാം. ഭർത്താവ് വിവാഹം ചെയ്യുന്നതോടെ ഒരു ഭാര്യയിൽ ഉണ്ടാകുന്ന സന്തോഷം ഭർത്താവിനൊപ്പം ജീവിച്ചുകൊണ്ട് നേടാനാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. ഇതിന് തടസ്സമായി നിൽക്കുന്നത് സ്ത്രീക്ക് മാത്രമായി സമൂഹം നൽകിയിരിക്കുന്ന വീട്ടിലെ ചില പണികളാണ്. കൂടാതെ ചില ആചാരമര്യാദകളും എന്ന് കാണാം. വീട്ടില് പശു ഉണ്ടായാൽ പണി പെണ്ണിനാണ്. മരിച്ചവരുടെ അസ്ഥി തറയിൽ വിളക്ക് വയ്ക്കേണ്ടതും അവളാണ്. രാമനാമം ജപിക്കേണ്ടത്, രാമായണം വായിക്കേണ്ടത് ഒക്കെ സ്ത്രീയാണ്. അടുക്കളയിലെ ചുമരുകൾക്കിടയിൽ അല്ലെങ്കിൽ അതിനിടയിൽ അവൾ നടന്നു തീർക്കുന്ന കാലടികൾ കൊണ്ട് ഈ ഭൂഗോളം എത്ര വട്ടം ചുറ്റാമെന്ന് ആർക്കും കണക്ക് കൂട്ടാൻ കഴിയില്ല. ഇതൊക്കെ സ്ത്രീകളുടെ നിത്യ തൊഴിലുകളാണ്, മുടങ്ങാതെ അവർ ചെയ്യുന്നതാണ്. ഇതൊക്കെ സ്ത്രീകൾക്ക് സമൂഹം നൽകിയിരിക്കുന്ന ഒരു ജോലിയായിട്ടാണ് വരുന്നത്. ഭാര്യയെ കൊണ്ടുപോകാതെ അമ്മയെയും മക്കളെയും കൊണ്ടാണ് ഭർത്താവ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇത് പുരുഷന്റെ തീരുമാനമായിട്ടാണ് വരികയാണ്. അപ്പൊ ഇവിടെ ഭർത്താവിന്റെ തീരുമാനമാണെങ്കിലും ഇവിടുത്തെ അമ്മ ചോദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെയും ആണധികാരം എന്നതിനേക്കാൾ സ്ത്രീ തന്നെയാണ് സ്ത്രീക്കൊരു എതിരാളിയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവൾ ഇതേപോലെ ആയിക്കോട്ടെ എന്ന ചിന്ത കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അടുത്ത പോയിന്റ് നോക്കൂ. സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന വിരലിലൊട്ടി ഒരു തുള്ളി
രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴെ വീണു. ഈ കഥയ്ക്ക്, ഈ ഒരു സന്ദർഭം കഥയ്ക്ക് നൽകുന്ന ആശയം എന്താ നോക്കാം. ഒരു സ്ത്രീക്ക് വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു കഥാസന്ദർഭമാണിത്. ഇതിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഭാര്യ പദവിക്ക് അപ്പുറം ഒരു വ്യക്തിത്വമുണ്ട്. അത് ദാമ്പത്യത്തിൽ തനിക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുമോ എന്നൊരു ചിന്ത അവളിലുണ്ട്. ആ പെൺകുട്ടിയുടെ ആ ഒരു തിരിച്ചറിവിന്റെ സൂചന ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു യാഥാസ്ഥിതിക കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ സ്ത്രീ ജീവിതം എത്രത്തോളം ഒതുങ്ങിപ്പോകുന്നു എന്ന് ഇതിലെ കഥാപാത്രമായ വൃദ്ധയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ ആ ജീവിതത്തിന്റെ ആവർത്തനമാണ്, അല്ലെങ്കിൽ വൃദ്ധ എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിലെ ആവർത്തനം തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും ജീവിതം എന്നൊരു സത്യമാണ് അവൾ ഞെട്ടലോടെ അറിയുന്നത്. അപ്പൊ ദാമ്പത്യത്തിന്റെ അടയാളമാണ് താലി, അതേപോലെ സിന്ദൂരം. ഇതൊക്കെ ഇത് സീമന്തരേഖയിലെ സിന്ദൂരം കുടുംബത്തിൽ വിലമതിക്കപ്പെടാതെ പോകുന്നു എന്നൊരു തോന്നല്. അതേപോലെ ആ കുടുംബത്തിൽ തീരെ വിലമതിക്കപ്പെടാതെ പോകുന്ന അവളുടെ അധ്വാനത്തിന്റെ വിയർപ്പും രണ്ടും ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കഥാകാരൻ. അപ്പോൾ അവളുടെ അധ്വാനത്തിന്റെ വിയർപ്പിൽ മുതിർന്നാണ് ആ സിന്ദൂരം ഒഴുകുന്നത്. ആ അധ്വാനം ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ്. ആ വിയർപ്പും സിന്ദൂരവും ഒന്നു ചേർന്ന് ഒരു ശക്തമായ ഒരു അടയാളമായിട്ട് അവിടെ മാറുകയാണ്, വലിയ സൂചനയായിട്ട് മാറുകയാണ്. രക്തത്തുള്ളി പോലെ വിരലിൽ ഒട്ടി അല്പസമയം നിന്നു. ഈ അല്പസമയം എന്നതാണ് ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ, കുറച്ചു കാലം മാത്രമേ ഉള്ളൂ സുഖം എന്നത്. അപ്പൊ വിരലിൽ കുറച്ചു സമയം നിന്നു, പിന്നീട് അത് നിലത്തേക്ക് ഉറ്റി അപ്രത്യക്ഷമാണ്, മരിക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ദാമ്പത്യത്തിൽ പെൺ ജീവിതം നേരിടേണ്ടി വരുന്ന ഒരു ദുരന്തം തന്നെയാണ് ഇതെന്ന് വ്യക്തമാണ്. അടുത്ത പോയിന്റ് നോക്കൂ. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാന്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. അപ്പൊ ഈ വാക്യത്തിന് ഓർമ്മയുടെ നിരമ്പെന്ന കഥയിൽ വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. ഒരു യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയിൽ ഭാര്യ ഭർത്തൃ ജീവിതം അല്ലെങ്കിൽ ഒരു ഉടമ അടിമ ബന്ധമായ ബന്ധം മാറുന്നത്, അല്ലെങ്കിൽ യജമാന വേലക്കാരി എന്ന രീതിയിലേക്ക് മാറുന്നത്, അതാണ് ഇവിടെ നമുക്ക് ഒരു ആ വാക്കിൽ കിട്ടുന്നത്. വൃദ്ധയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയാണല്ലോ പെൺകുട്ടി ചില തിരിച്ചറിവുണ്ടാക്കുന്നത്, ആത്മബോധം ഉണ്ടാക്കുന്നത്. അത് വലിയൊരു തിരിച്ചറിവാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ വൃദ്ധയുടെ ജീവിതത്തിന്റെ ആവർത്തനം തന്നെയാണ് തന്റെ ജീവിതവും എന്ന തിരിച്ചറിവ് കിട്ടുന്നതോടെ അവൾ സ്വന്തം മുറിയിലേക്ക് എത്തുകയും അവളുടെ നീലക്കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് അവൾ സ്വയം പരിശോധിക്കുന്നുണ്ടല്ലോ ഓർമ്മയുടെ ഞരമ്പിനെ. എവിടെയാണ് എങ്ങനെ ആ ഓർമ്മയുടെ ഞരമ്പ്? അപ്പൊ ഈ ഒരു പരിശോധന നടക്കുന്ന സമയത്താണ് ഭർത്താവായ ശ്രീജിത്ത് മുറിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ ഭർത്താവായ ശ്രീജിത്തിന് അയാളുടേതായ ചില ആവശ്യങ്ങളുണ്ട്, ചില ഇഷ്ടങ്ങളുണ്ട്. അയാൾ ആഗ്രഹിക്കുന്നത് താൻ കയറി വരുമ്പോൾ തന്നെ സ്വീകരിക്കാനായി വാതിൽക്കൽ നിൽക്കുന്ന ഭാര്യയെയാണ്, പാനീയം നൽകി ക്ഷീണം മാറ്റി തരുന്ന ഭാര്യയെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാര്യയല്ല അയാൾ അവിടെ അപ്പോൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തയായ ഒരു കാഴ്ച ശ്രീജിത്തിൽ രോഷമുണ്ടാക്കുകയാണ്. അവിടെയാണ് എന്താ നോക്കുന്നത്? ഒരു കൽപ്പന, ഒരു യജമാനന്റെ ഒരു ഭാവം ആ ചോദ്യത്തിൽ വരാൻ കാരണം. അതിന് മറുപടിയായിട്ട് പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, ഒരു നരമ്പ് തിരയുകയാണ് ഞാൻ. അപ്പൊ ആ നരമ്പ് എന്ന് പറയുന്നത് എന്താണ്? തന്റെ അസ്തിത്വമാണ് അവൾ തിരയുന്നത്, അവൾ അവളെ തന്നെയാണ് അവളെ തിരയുന്നത് എന്ന് വ്യക്തമാണ്. ഇതൊക്കെയും ഒരു വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ശ്രീജിത്തിന് പതിവായി കിട്ടുന്ന പരിഗണനയും ആദരവും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അയാളിലുടരുന്ന ഒരു ആണഹന്തയാണ് അല്ലെങ്കിൽ ഉടമസ്ഥതാ ഭാവമാണ് ഈ കഥാസന്ദർഭത്തിൽ ഉള്ളത് എന്ന് വ്യക്തമാണ്. ഇതാണ് അവിടെ പോയിന്റ് ആക്കിയിട്ട് കൊണ്ടുവരേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഈർഷ്യ കഥാകൃത്തിൽ ആകാംക്ഷയായി രൂപപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു ഭാവമാറ്റം പെൺകുട്ടിക്ക് ഉണ്ടായത്? അപ്പോ ഈ ഒരു രീതിയിൽ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ സമകാലിക മലയാള സാഹിത്യത്തിൽ
ജീവിതത്തിലെ സജീവ മേഖലയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കഥയുടെ ലോകം വ്യത്യസ്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇതിന് അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മളെ കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു കഥയാണിത്. അതിന്റെ ഭാഷ, ആഖ്യാനം ഒക്കെ ഒരു സർഗാത്മകമായ പരീക്ഷണം ഈ കഥയിൽ കേൾക്കാൻ മീര ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ മുഖ്യ കഥാപാത്രമാണല്ലോ വൃദ്ധ എന്ന കഥാപാത്രം. വൃദ്ധയോട് ഈ കഥയിലെ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അവജ്ഞയാണ് ഈർഷ്യയായി മാറുന്നു എന്നത്, അല്ലെ? അപ്പോ വികൃതയായ വൃദ്ധയെ ആ പെൺകുട്ടിക്ക് മനസ്സിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതേപോലെ വൃദ്ധയുടെ ശബ്ദത്തിലെ ഒരു വിജാഗിരി പോലുള്ള തുരുമ്പിച്ച ശബ്ദം, അതേപോലെ പാതി തലയോട്ടി പുറത്തേക്ക് കാണുന്ന തല, വെപ്പ് പല്ല് സെറ്റ്, ഇതൊക്കെ കാണുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു അറപ്പുളവാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥാസന്ദർഭത്തിലാണ് വൃദ്ധ ഒരു കാര്യം ഓർക്കുന്നുണ്ടല്ലോ, വെള്ളത്തോളിൽ നിന്നും ലഭിച്ച ഒരു ആദരവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. തന്റെ കവിതയെ അംഗീകരിച്ച മഹാകവിയെ കുറിച്ച് അഭിമാനത്തോടെ വൃദ്ധ പറയുന്നുണ്ട്. അപ്പൊ പെൺകുട്ടിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ തലമുറയുടെ ഒരു പഴഞ്ച രീതികളായിട്ടാണ് അതിനെയൊക്കെ തോന്നുന്നത്. അപ്പൊ വെള്ളത്തോൾ തഴുകിയ തന്റെ ശിരസിൽ വൃദ്ധ സ്വയം തലോടിയപ്പോഴാണ് പെൺകുട്ടി ആ തലയിലേക്ക് ശ്രദ്ധിക്കുന്നത്. അവിടെ ഏതാനും കറുത്ത മുടി ഇഴകടി പെൺകുട്ടി ശ്രദ്ധിക്കുകയാണ്. ഇത്ര പ്രായമായിട്ട് ഇപ്പോഴും തലയിൽ ഒരു കറുത്ത തലമുടി എന്നൊരു അസൂയയോടെയാണ്, ഈർഷ്യയോടെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ നരച്ച മുടിയിൽ ഇടയ്ക്കൊക്കെ കാണുന്ന കറുത്ത മുടിയും തലയോട്ടിയും വെപ്പു പല്ലും, അപ്പൊ ഇങ്ങനെയൊരു വികൃത രൂപമാണ് ആ വൃദ്ധയ്ക്ക് ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ പെൺകുട്ടിയുടെ മനസ്സിൽ. ഇതാണ് ഈർഷ്യയ്ക്ക് കാരണമെന്ന് പറയാം. അപ്പൊ പെൺകുട്ടി വൃദ്ധയോട് കൂടി ഇരിക്കുമ്പോൾ ഒരു മുൻധാരണകൾ ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ട്. ആ മുൻധാരണകളോടെയാണ് ആ വൃദ്ധയോട് സമീപിക്കുന്നതും. അപ്പോ പഴഞ്ചൻ തലമുറയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇന്നത്തെ തലമുറയുടെ ഒരു ഭാവപ്രകടനം തന്നെയാണ്. അവര് പറയുന്നതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല ഈ പെൺകുട്ടി. മറുപടി കൊടുക്കാതെ ചിലപ്പോൾ ചില പ്രകടനങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ ചില ഷോളിലെ നൂല് വിരലിൽ ചുറ്റിയും മുഖം പുറത്തേക്ക് തിരിച്ചുമൊക്കെ അവള് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ സൗകുമാര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ചില അലോസരമായുള്ള അവസരങ്ങളായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അതേപോലെ വൃദ്ധയെ പൂർണ്ണമായും ശ്രദ്ധിക്കാതെ പുസ്തക ഷെൽഫിലേക്ക് നോക്കിയിരിക്കുന്ന പെൺകുട്ടിയെ കാണുന്നു. ഇതൊക്കെ ഈർഷ്യ പ്രകടിപ്പിക്കുന്ന ചില കഥാസന്ദർഭങ്ങളാണ്. അപ്പോ ഓർക്കാതെയാണ് ചിലപ്പോൾ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഈ പെൺകുട്ടി, അല്ലെ? അപ്പോ ഇതൊക്കെ വൃദ്ധയിൽ നിന്നുള്ളൊരു അകൽച്ച തന്നെയാണ്, അകൽച്ച വ്യക്തമാക്കാനുള്ള ചില കഥാസന്ദർഭങ്ങളാണ്. പിന്നീട് ഈർഷ്യ എങ്ങനെയാണ് മാറുന്നത്? ആദ്യമായിട്ട് താൻ എഴുതിയ കഥയെ കുറിച്ച് പറയുന്നത്, രണ്ടാമത്തെ കഥയെ കുറിച്ച് പറയുന്നത്, മൂന്നാമത്തെ കഥയിലൂടെ ദുർമരണം എന്ന് പറയുന്ന ഒരു അവ്യക്തതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ അതുവരെ താൻ അനുഭവിച്ച ആ ജീവിതം ഈ വൃദ്ധയുടെ ജീവിതം കേട്ട് കഴിഞ്ഞപ്പോൾ അവളൊന്ന് സാമ്യപ്പെടുത്തുകയാണ്, വിലയിരുത്തുകയാണ്, താതാത്മ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം തനിക്ക് ലഭിക്കുന്നുണ്ടോ, അതേപോലെ ഒരു ജീവിതമാണോ തനിക്കുള്ളത് എന്നൊരു തിരിച്ചറിവ് അവിടെ ഈ പെൺകുട്ടിയിൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ ഈ കഥയുടെ തുടക്കത്തിൽ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഈർഷ്യ കഥയുടെ അവസാനമാകുമ്പോൾ ആകാംക്ഷയായി രൂപപ്പെടുന്നത് എന്തുകൊണ്ടാകാം? ഇങ്ങനെയൊരു ഭാവമാറ്റം പെൺകുട്ടിക്ക് ഉണ്ടായതിന്റെ കാരണം കഥ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അതായത് 3 കഥകൾ ഈ വൃദ്ധ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വൃദ്ധ 3 കഥകളെ കുറിച്ചുള്ള വിശകലനം നടത്തുന്നതിലൂടെയാണ് ഈ പെൺകുട്ടി വൃദ്ധയോട് കൂടുതൽ അടുക്കുന്നത്. നമ്മളത് കാണുന്നുണ്ട്, അല്ലെ? വൃദ്ധയുടെ ആദ്യത്തെ കഥ എഴുതുന്ന സമയം, അതേപോലെ ആ സാഹചര്യം, ആ സാമൂഹിക പശ്ചാത്തലം, കുടുംബാന്തരീക്ഷം, ഇതൊക്കെ വൃദ്ധ പറയുന്നുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് പോലും വൃദ്ധ തൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒന്നും അരുത്, എല്ലാം ഏത് ചെയ്യുമ്പോഴും അത് പാടില്ല, അരുതുകളിൽ നിന്നുകൊണ്ടാണ് താൻ തൻ്റെ എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യ കഥ എഴുതുന്നത് ആ സമയത്ത് തൻ്റെ ഭർത്താവ് ജയിലിലാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പോലും രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഭർത്താവാണ്. എന്നിട്ട് ഭാര്യയുടെ എഴുത്തെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഭർത്താവാണ്. ആ ഭർത്താവ് ഇല്ലാത്ത സമയത്താണ് കഥ എഴുതുന്നത്.
അതും ഭർത്താവിന്റെ അമ്മ ഇതിനൊന്നും സമ്മതിക്കില്ല. അതറിഞ്ഞുകൊണ്ട് അതെല്ലാം സഹിച്ച് ആ അമ്മ അറിയാതെ രാത്രി വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് എഴുതുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എഴുത്ത്, ആ ഇല്ലായ്മ അഴുതുകളിൽ നിന്നുകൊണ്ട് തന്റെ ആവശ്യത്തെ നേടിയെടുക്കുന്ന വൃദ്ധയെ നമ്മളവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഭർത്താവിനെ കാണിക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ഭർത്താവ് അത് അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ആ കഥയിലെ ആശയം, സ്ത്രീകൾ കഥ എഴുതുന്നു സ്വന്തം പേരിലല്ല, പുരുഷന്റെ പേരിൽ, ഭർത്താവിന്റെ പേരിൽ. ആ കഥയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അതുവരെ എഴുത്തിനെ അംഗീകരിക്കാതിരുന്ന ഭർത്താവ് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വിമർശനമൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കഥ എന്നത് ദുർമരണം എന്ന വ്യംഗ്യമായ ഒരു പറയലിലൂടെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് കഥ എന്ന് വ്യക്തമല്ല. അപ്പോ തന്റെ ജീവിതം അവസാനം വലിയൊരു ദുർമരണത്തിലേക്ക് തന്റെ കഥ അവസാനിച്ചിരിക്കുന്നു. തന്റെ ജീവിതം, സ്വാതന്ത്ര്യം എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു അവസാനമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിതം വൃദ്ധയിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അതുവരെ ഉണ്ടാക്കി വെച്ച മുൻധാരണകളെല്ലാം മാറി മറിയുന്നതാണ് കാണുന്നത്. അപ്പോ ഇന്നത്തെ തലമുറ പഴയ തലമുറയെ എങ്ങനെ നോക്കി കാണുന്നു, അത് അവരോട് കൂടുതൽ അടുക്കുമ്പോൾ ആ മനോഭാവം എങ്ങനെ മാറി മറിയുന്നു. അപ്പൊ അതാണ് ഇവിടെ ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്ന ഈർഷ്യ പിന്നീട് ഇഷ്ടമായിട്ട് ആ വൃദ്ധയോടുള്ള ഒരു അടുപ്പമായിട്ട് മാറുന്നത്. ഈ ഒരു ഭാവമാറ്റമാണ് ഇവിടെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഞരമ്പ് തെറ്റരുത്, അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു, തെറ്റിയാൽ ഓർമ്മ പോകും. ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം ഈ കഥാസന്ദർഭത്തിന്റെ വിശദീകരണമാണോ? അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോ നോക്കൂ, ഞരമ്പ് തെറ്റരുത്. അപ്പൊ ഓർമ്മയുടെ ഞരമ്പ് എന്നതാണ് കെ.ആർ. മീരയുടെ കഥയുടെ പേര് തന്നെ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമുക്ക്. ഓർമ്മകൾ ഇല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോകും. അപ്പൊ ഓർമ്മയുടെ ഞരമ്പിനാണ് പ്രാധാന്യം അല്ലെ, ജീവനാഡിക്കാണ് പ്രാധാന്യം. ആ നാഡി അറ്റുപോയാൽ, നിന്നു പോയാൽ പിന്നെ ജീവിതം തന്നെ ഇല്ല. അപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു തലവാചകം തന്നെയാണ്, ശീർഷകം തന്നെയാണ് എഴുത്തുകാരി ഈ കഥയ്ക്കായി നൽകിയിരിക്കുന്നത്, ഓർമ്മയുടെ ഞരമ്പ് എന്നത്. അപ്പോൾ ഓർമ്മകളെ സംരക്ഷിച്ചുകൊണ്ട്, നല്ല ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അത് മറ്റുള്ളവരിലേക്കും എത്താൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു അവതരണമാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കൂ. ഓർമ്മയുടെ സമ്പന്നമായ ഒരു ഭൂതകാലം വൃദ്ധയ്ക്കുണ്ട്. പുതുതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ കഥയിലെ പെൺകുട്ടിക്കും കഥയിലെ സൂചനകൾ വികസിപ്പിച്ച് പെൺകുട്ടി എന്ന കഥാപാത്രത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഓർമ്മയുടെ സമ്പന്നമായ ഭൂതകാലമുള്ള കഥാപാത്രമാണ് വൃദ്ധ അല്ലെ. ഇത്ര കാലം മുന്നേ 9 വയസ്സ് മുതലുള്ള ഓർമ്മകൾ കഥാരൂപത്തിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ വൃദ്ധ എന്ന് പറയുന്ന ഒരു കാലം, പ്രായം, ഈ പ്രായാധിക്യമുള്ള ആളുകളെ ഇന്നത്തെ തലമുറ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു മനോഭാവം ആണ് നമുക്ക് ഈ പെൺകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത്. അപ്പോ ഇന്നത്തെ കാലത്ത് വൃദ്ധ വാർദ്ധക്യം ബാധിച്ചവരെ ഒരു അലങ്കാര വസ്തുവായി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ ഭംഗിയോടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിരിക്കുന്ന പോലെ വാർദ്ധക്യത്തെ ഒരു മൂലയ്ക്ക് ഒതുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തയായ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ പുറം വെളിച്ചം കാണാൻ ആഗ്രഹിക്കുന്ന, പുറം ലോകത്തോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന, തൻ്റെ ഉള്ളിലെ ആശയത്തെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരാണ് വാർദ്ധക്യം ബാധിച്ച ചില ആളുകളെങ്കിലും എന്ന തിരിച്ചറിവ് പല പുതിയ തലമുറയ്ക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു പെൺകുട്ടിയായി നമുക്ക് അവസാന ഭാഗത്ത് കഥയുടെ അന്ത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആദ്യ ഭാഗത്തെ പെൺകുട്ടി ഒരിക്കലും വാർദ്ധക്യത്തെ അംഗീകരിക്കുന്നവളല്ല. പക്ഷേ തന്നെ പോലെ തന്നെയാണ്, ഈ വൃദ്ധയെ പോലെ തന്നെയാണ് താനും എന്ന തിരിച്ചറിവ് എപ്പോഴാണോ അവൾക്ക് കിട്ടുന്നത്, അന്ന് മുതലാണ്, ആ സമയം മുതലാണ് അവൾ മാറുന്നത്. അതുവരെയും ലോകം അറിയാത്തവളായി, അല്ലെങ്കിൽ ലോകം എന്താണോ ചെയ്യുന്നത് അതിനെ ഞാനും തുടരുന്നു എന്ന രീതിയിലേക്ക് പെരുമാറുന്നവളായി പുതിയ കാലത്തിന്റെ പ്രതീകമായി ഈ പെൺകുട്ടി മാറുകയാണ്. അപ്പോൾ ആഡംബരങ്ങൾക്ക്
ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ പഴയ ഓർമ്മകൾ ഇന്നും നിലനിർത്തുന്ന, പഴയ ഓർമ്മകളുടെ സഞ്ചാരത്തിലൂടെ ജീവിക്കുന്ന സ്വാതന്ത്ര്യദാഹികളായ വാർദ്ധക്യം ഇന്നും ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ വാർദ്ധക്യം എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ട ഒന്നല്ല. ആ വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥയിലും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഈ തലമുറയിലൂടെ സാധിച്ചു കൊടുക്കാൻ കഴിയും എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. അപ്പൊ പെൺകുട്ടി ഇന്നത്തെ പുതുതലമുറയുടെ പ്രതീകമാണെങ്കിലും ആ പുതുതലമുറയുടെ പ്രതീകത്തില് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മനസ്സിലാകാതെ പോകുമ്പോഴുള്ള ചില കാട്ടിക്കൂട്ടലുകളാണ് ആ പെൺകുട്ടിയുടെ ആദ്യ ഭാഗത്തിനൊക്കെ കാണുന്ന ഈർഷ്യകളായിട്ട് വരുന്നത്. പിന്നീട് അടുത്തറിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് പുതുതലമുറയിലുള്ളവർ. അതുകൊണ്ട് തന്നെ കാര്യത്തെ വ്യക്തതയോടെ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അവർക്കും ഉൾക്കൊള്ളാനാകും കാര്യം എന്ന് നമുക്ക് ഈ കഥാന്ത്യത്തിൽ ഈ പെൺകുട്ടിയിലൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ പിന്നീട് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇത് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണെന്ന് പറയാവുന്നതാണ്. കഥാപാത്രത്തെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടിലൂടെ ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.